T20 വേൾഡ് കപ്പിൽ സഞ്ജു അരികിലെ ഇന്ത്യക്കായിട്ട് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഇഷാൻ കിഷാന്റെ കോച്ച്. പകരം ഇഷാൻ കിഷാനും അഭിഷേക് ശർമ്മയും ചേർന്നിട്ടാണ് ഇന്ത്യക്കായിട്ട് ഓപ്പണിംഗ് ഇറങ്ങിയ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. T20 വേൾഡ് കപ്പിലേക്കുള്ള ടീം സെലക്ട് ചെയ്തതിൽ ഗില്ലും ജിതേഷ് ശർമ്മയും പുറത്തേക്ക് പോയതോടുകൂടിയിട്ടാണ് കേട്ടോ സഞ്ജുവിനെ പ്ലേയിങ് 11-ലും അതേപോലെ തന്നെ ഓപ്പണിംഗ് സ്ഥാനത്തിലേക്കും വരുമെന്നുള്ള കാര്യം ഉറപ്പായത്. അതിലിപ്പോൾ ജിതേഷ് ശർമ്മ ടീമിൽ നിന്ന് മാറിയതോടുകൂടിയിട്ട് ടീമിലെ വിക്കറ്റ് കീപ്പർ സ്ഥാനം ഉറപ്പിക്കുകയും അതേപോലെ തന്നെ ഗില്ല് മാറുന്നതോടുകൂടിയിട്ട് ഓപ്പണിംഗ് സ്ഥാനവും അവിടെ കൺഫേം ആവുകയും ചെയ്തു കേട്ടോ. ഇപ്പം നിലവിൽ അഭിഷേകിന്റെ കൂടെ സഞ്ജു ഓപ്പണിംഗ് ചെയ്യും എന്നുള്ളത് 100% ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സഞ്ജു ആണെങ്കിൽ ഓപ്പണിംഗ് ആയിട്ട് ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ മുതലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ടീം സ്ക്വാഡിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷനും സഞ്ജു തന്നെയാണ്. എന്നാൽ ഇഷാൻ കിഷാന്റെ കോച്ച് പറയുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T20 വേൾഡ് കപ്പിന് മുൻപായിട്ട് ന്യൂസിലാൻഡുമായിട്ട് ഒരു പര്യടനം നടക്കുന്നുണ്ട്. ആ ഒരു ന്യൂസിലാൻഡുമായിട്ട് നടക്കുന്ന 5 T20 മാച്ചുകളിൽ സഞ്ജു ചിലപ്പോൾ ഫോം ആവാൻ ചാൻസ് ഇല്ല. ഓപ്പണിംഗ് ഇറക്കിയാലും ചിലപ്പോൾ സഞ്ജു ഫോം ഔട്ട് ആവുന്ന സാഹചര്യത്തിൽ ആ ഒരു സ്ഥാനത്തിലേക്ക് ഇന്ത്യക്ക് വേറൊരാൾ ഓപ്പണിംഗ് സ്ഥാനത്തിലേക്ക് വേറൊരാളിനെ പ്ലേസ് ചെയ്യേണ്ടി വരും. അത് മിക്കവാറും ഇഷാൻ കിഷാൻ ആവും എന്നുള്ള കാര്യമാണ് ഇഷാൻ കിഷാന്റെ കോച്ച് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ നിലവിലെ സ്ഥിതി അനുസരിച്ച് സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ ഇഷാൻ കിഷാൻ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുകയും ജാർഖണ്ഡിനായിട്ട് ഫൈനലിൽ നല്ലൊരു സെഞ്ചുറി അടിച്ചിട്ട് കപ്പ് നേടിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഫോമിലുള്ള ഒരു പ്ലെയറിനെ ഇന്ത്യ ബെഞ്ചിൽ ഇരുത്താൻ ചാൻസ് ഇല്ല എന്നും അദ്ദേഹത്തിന് എന്തായാലും ഓപ്പണിംഗ് കൊടുക്കുക എന്നുള്ളത് എന്തായാലും ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ കോച്ച് പറയുന്നത് കേട്ടോ. അത് മാത്രമല്ല, ഇപ്പം നടക്കുന്ന വിജയ് ഹസാര ട്രോഫിയിൽ 6ാമത് പൊസിഷനിൽ ഇറങ്ങിയിട്ടാണ് അദ്ദേഹം 39 ബാളിൽ 125 റൺ അടിച്ചു കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പൊസിഷനിലും ഇഷാൻ കിഷാനെ ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുകൂടിയിട്ട് അദ്ദേഹത്തിന്റെ കോച്ച് പറയുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാൽ തന്നെ ആ കോച്ച് പറഞ്ഞൊരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. T20 വേൾഡ് കപ്പിന് മുൻപായിട്ട് ന്യൂസിലാൻഡുമായിട്ട് നടക്കുന്ന 5 T20 മത്സരങ്ങളുണ്ട്. ഈ മത്സരങ്ങളിൽ ഓപ്പണിംഗ് ആയിട്ട് ഇറങ്ങിയ സഞ്ജു തന്നെ ആയിരിക്കും. സഞ്ജു ആ ഒരു പൊസിഷനിൽ ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചാൽ അല്ലെങ്കിൽ ഒരു അവറേജ് ലെവലിൽ കളിച്ചാൽ മാത്രമാണ് ആ ഒരു പൊസിഷൻ ഭദ്രമുള്ളൂ. പ്രത്യേകിച്ചും സഞ്ജുവിനെ പോലെ എപ്പോഴും വിമർശനങ്ങൾ കുന്നുകൂടി വരുന്ന ഒരു പ്ലെയർ കൂടി ആകുന്ന സമയത്ത് എന്തായാലും ആ ഒരു 5 മത്സരത്തിൽ കളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ T20 വേൾഡ് കപ്പിന് മുൻപായിട്ട് ആ സഞ്ജുവിനൊരു റീപ്ലേസ്മെന്റ് ഉണ്ടാവും എന്നുള്ള കാര്യം കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു 5 മത്സരത്തിൽ ഒരു 3 മത്സരങ്ങളും ഒരു ബെറ്റർ അവറേജിന് എബോ കളിച്ചാൽ മാത്രമാണ് ശരിക്കും സഞ്ജുവിന് ആ ഒരു സ്ഥാനം ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതേപോലെയുള്ള ക്രിക്കറ്റ് സംബന്ധമായിട്ടുള്ള വാർത്തകൾ അറിയണമെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.